ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ മുണ്ടക്കയത്തു നിന്നും നാഷണൽ ഹൈവേയിൽ നിന്ന് ആരംഭിച്ച് വാഗമണിലേക്ക് ഒരു പുതിയ റോഡിന്റെ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് സാർ. അത് ഇതുവരെ വാഗമണിലേക്ക് അതുവഴി പാതയില്ലാതിരുന്നു. അതുകൊണ്ട് പുതിയ പാത വാഗമണിന്റെ ഇനിയും സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയാത്ത പ്രകൃതി രമണീയത ഉള്ള ഒരു പ്രദേശത്തൂടെയാണ് ഈ പുതിയ റോഡ് കടന്നു വരുന്നത്. ആ റോഡിൽ വല്യന്ത എന്ന് പറയുന്ന സ്ഥലത്ത് വരെ കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാടിന് ശേഷം ഇതിനോടകം BMBC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചു. അവശേഷിക്കുന്നത് 7 കിലോമീറ്ററാണ്. ആ 7 കിലോമീറ്റർ റോഡ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2023-24 സംസ്ഥാന ബഡ്ജറ്റിൽ 20% അനുവദിച്ചുകൊണ്ട് 12 കോടി രൂപ അനുവദിക്കപ്പെടുകയുണ്ടായി. സോയിൽ ടെസ്റ്റും ടോട്ടൽ സ്റ്റേഷൻ സർവേ അടക്കമുള്ള നടപടികളുടെ ഭാഗമായി ആ തുക കൊണ്ട് ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിയും. വലിയ ഹില്ലി ഏരിയ ആണ്, പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. ഒരു 24-25 വീണ്ടും 5 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അടുത്ത ബഡ്ജറ്റായി. അപ്പൊ ഈ 2 തുകകളും കൂടി സംയോജിപ്പിച്ച് ഒറ്റ വർക്കായിട്ട് ആ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് എരുമേലിയിൽ പുതുതായി സ്ഥാപിക്കുന്ന എയർപോർട്ടുമൊക്കെ ആയി ബന്ധപ്പെട്ടും നാഷണൽ ഹൈവേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട, വളരെ വേഗത്തിൽ വാഗമണിലേക്ക് എത്താൻ കഴിയുന്ന റോഡ് എന്നുള്ള നിലയിൽ കേരളത്തിന്റെ തന്നെ ടൂറിസം രംഗത്ത് വലിയ വികസനത്തിനും മുന്നേറ്റത്തിനും ഇടയാക്കുന്ന ഒന്നാണ് ഈ റോഡ് പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത്. അതിനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ളതും എത്രയും പെട്ടെന്ന് ടെൻഡർ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് സബിഷിനോട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. വിശദമായി പറയുന്നില്ല, ഒറ്റ പ്രവൃത്തിയായി ചെയ്യുന്ന ഉചിതമെന്ന അഭിപ്രായം പരിശോധിക്കുക, ഇടപെടാം, ബാക്കി മേശപ്പുറത്ത് വെക്കും. താങ്ക് യു.